പ്രിയ റെഡി ആയിക്കോ. എന്താ അമ്മ പറയുന്നത്? എനിക്ക് മാരേജാ? റെഡി ആയിക്കോ. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല. റെഡി ആയിക്കോ. അങ്ങനെ എല്ലാം മേക്ക് റെഡിയായി. സാഡായിട്ട് പോയി. അങ്ങനെ മണത്തിലിരുന്നു. അങ്ങനെ എല്ലാവർക്കും മാരേജ് നന്നായിട്ട് നടക്കുന്നു. സാഡായിരുന്നു. കല്യാൺ ചെക്കൻ ആരാന്ന് അറിയില്ലായിരുന്നു. സാഡായി. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. എല്ലാ ചടങ്ങ് കഴിഞ്ഞു. എല്ലാ ചടങ്ങ് കഴിഞ്ഞ് പെണ്ണ് പാലെടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തൊരു കഷ്ടം. അങ്ങനെ നന്നായി നല്ല പട്ട് സാരി പട്ട് സാരി പറഞ്ഞ പട്ട് സാരിയാണ് ഉടുത്തിട്ടുള്ളത്. നീല കളർ പട്ട് സാരി, നല്ല പട്ട് സാരി. അങ്ങനെ ഇട്ട് മല്ലിക പൂവിട്ട് അകത്ത് പോയി ഡോറ് ചെയ്തു. അങ്ങനെ പാലെടുത്ത് കാട്ടി. അങ്ങനെ സൗണ്ട് കേട്ട്. നിനക്കെന്താ മാരേജ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഏത് ശബ്ദം? ഇവിടെ കേട്ട സൗണ്ടാണ്. മുഖത്ത് നോക്കുക. ഷോക്കായി പോയി. അത് ജിന്നായിരുന്നു. അത് ഷോക്കായി പോയി. ഇത് സത്യമാണോ? അങ്ങനെ ഉള്ളി സത്യമാണോ? ഷോക്കാണ്ട. നിങ്ങൾക്ക് എനിക്ക് മാരേജ് ചെയ്ത്? അതെ. എവിടെ ഇരുന്നു? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞു. എനിക്ക് മാരേജ് ഓക്കെ ആണല്ലേ? എനിക്ക് ഓക്കെയാണ്. എങ്ങനെയാണ് മാരേജ് നടന്ന ഫ്ലാഷ് ബാക്ക് ജിന്ന് പറയാം. എന്തു പറ്റി? അത് അച്ഛൻ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തു പറ്റി? ഇത് കൊറിയർ എടുക്കുമ്പോൾ ഇവിടേക്ക് വരുന്ന മുമ്പ് അത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിൻ്റെ അനിയത്തി ഇഷ്ടപ്പെട്ടു. അർജുനക്ക് ഷോക്കായി പോയി. എനിക്ക് അവളെ ഇഷ്ടമാണ്. അതുമാത്രമല്ല, എനിക്ക് അവളെ മാരേജ് കഴിക്കാൻ അർജുനക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ചെക്കനാണ്. അങ്ങനെ വീട്ടിലെ അമ്മയ്ക്ക് അച്ഛനൊക്കെ കോൾ ചെയ്ത് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്ക് വർക്കെയാണ്. നല്ല ചെക്കനായി അവർ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർക്ക് വന്ന ശേഷം രണ്ടുപേർക്ക് മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. അതൊക്കെ സർപ്രൈസ് ആവട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. എൻഗേജ്മെൻറ്റ് പറയുന്നു? ഇല്ല, സർപ്രൈസ് ആവട്ടെ. അങ്ങനെ സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഓൾറെഡി എൻഗേജ്മെൻറ്റ്, അങ്ങനെ മാരേജ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതെ, ഞങ്ങൾ ഇന്ത്യക്ക് വരാൻ കാരണം എനിക്ക് മാരേജ്, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഹാപ്പി സന്തോഷത്തിൽ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ചെയ്യും. രാവിലെ ആയി. എല്ലാം നടന്നായിരുന്നു. അമ്മ, എന്താ മോളെ? ഇനി വാ. എന്ത് പറ്റി മോളെ? ഹാപ്പി ആയിട്ടുണ്ടോ? ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ? റോസ് വന്നായിരുന്നു. ഹായ് അമ്മച്ചി. ഹായ്. എന്തടി? എന്തടി മാർക്ക്? എന്തടി ഇവിടെ? അവൻ കടിച്ചത് എല്ലാം നടന്നു. പോടി ഒന്നും പറയണ്ട. എടി ബാക്കിയാണ് എഴുതാണ്ടു. എന്ത്? അതെടി, നെക്സ്റ്റ് മാരേജ് എനിക്കാ. എന്ത്? നിനക്കാ? അതേ മച്ചി, ജങ്കുക്ക് എനിക്ക് പ്രപ്പോസ് ചെയ്തുടി. എന്ത് സത്യമാണോ? അതെടി മച്ചി. അതുകൊണ്ട് ഇവിടെ മാരേജ്. അത് എപ്പോ? ഇപ്പല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ ജങ്കുക്ക് എനിക്ക് മാരേജാണ്. ജങ്കുക്കിൻ്റെ സോങ്സ് എല്ലാം റിലീസ് ചെയ്ത ശേഷം അപ്പം എനിക്കും മാരേജാണ്. അപ്പം ആരെവിടെ? ഹായ് മച്ചി. ഹായ്. എന്തടി എൻ്റെ കയ്യിൽ റിംഗ് ഉണ്ട്? അതെടി മച്ചി, എനിക്കും പ്രപ്പോസ് നടത്തും. എന്ത്? പ്രപ്പോസ് ചെയ്തോടി? അതെ മച്ചി, പ്രപ്പോസ് ചെയ്തു. അപ്പോൾ കീർത്തി എവിടെടി? ഹായ് കീർത്തി. എന്തടി നീ സാഡായിട്ടുള്ളത്? ഇല്ലടി, ജേഹൂപ്പ് എനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടില്ലടി. എന്ത്? ജേഹൂപ്പ് പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? ഇല്ലടി, ഞങ്ങൾക്ക് കുറച്ച് സാഡ്. എല്ലാവർക്കും കമ്മിറ്റാണ്, എനിക്കും കമ്മിറ്റായിട്ട്. അങ്ങനെ സാഡായിട്ട് പോകാൻ തുടങ്ങി. ഹോബി വന്നു. ജേഹൂപ്പ് വന്നു. കീർത്തി. എന്ത് ജേഹൂപ്പ്? എനിക്ക് വേണ്ടി കുറച്ച് സംസാരിക്കാനുണ്ട്.
എടി ശരിടി, നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അതോടി മച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇത് റിംഗ് പ്രപ്പോസായി, നിങ്ങൾക്ക് മാരേജൊക്കെ എല്ലാവർക്കും ഓക്കെയാണ്. കീർത്തി വന്നു. കീർത്തി എൻ്റെ വീട് എവിടെ? എന്തിനാ? എനിക്കെൻ്റെ വീട്ടിൽ സംസാരിക്കുവാണ്. അങ്ങനെ കീർത്തിൻ്റെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി. കീർത്തിൻ്റെ അച്ഛനമ്മയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കീർത്തിൻ്റെ അച്ഛനമ്മയോട് പറഞ്ഞു സംസാരിച്ച്. കീർത്തന ചേട്ടനുണ്ടോ? കീർത്തന ചേട്ടൻ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയും. അങ്ങനെ ഇംഗ്ലീഷിൽ ജയ്ഹു പറഞ്ഞു. അവരൊക്കെ സന്തോഷമാണ്. അതുമാത്രമല്ല നല്ല ചെക്കനാണെന്ന് എല്ലാവർക്കും അറിയും. അതുമാത്രമല്ല എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ആണ്, അതുകൊണ്ട് അവർക്ക് സന്തോഷമായി. അങ്ങനെ ഓക്കെ പറഞ്ഞു. കീർത്തി പറഞ്ഞു. എന്ത് ഷോക്കായി കീർത്തിക്ക്. കീർത്തി വിൽ മാരി മീ? യെസ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. കീർത്തിക്കും എനിക്ക് പ്രപ്പോസ് നടന്നു. എല്ലാവരും കഴിച്ചോട്ട് എന്തുടി? ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. കമ്മിറ്റായില്ലേ? കമ്മിറ്റായി എടി, എല്ലാവരും കമ്മിറ്റായി. എടി അവ ഇവിടെ പോയി? ആരാ? ഷുഗറിൻ്റെ പേരും പിന്നെ അവരുടെ പേരും ഹാറാമിൻ്റെ പേരും പിന്നെ അവരുടെ പേര് ജിമിൻ്റെ പേര്, ഇവർ 3 പേര് ഇവിടെ. അമ്മ അവർ സാഡായിട്ടുണ്ടാവും. ഇതടി ഷുഗറിൻ്റെ പേര്. മഞ്ജു. എന്തടി? ഇങ്ങോട്ട് വാ. വന്നടി. എന്ത് പറ്റി? ഷുഗർ പ്രപ്പോസ് ചെയ്തോ? എന്ത്? ഷുഗർ എനിക്ക് പ്രപ്പോസ് ചെയ്യുന്നതാ? അത് നടക്കാത്ത കാര്യം. എന്തുകൊണ്ട് അവൻ എനിക്ക് പ്രപ്പോസ്? അവനിക്ക് എൻ്റെ ലാംഗ്വേജ് അറിയാല. എനിക്ക് അവൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതാ? പോടി ഒന്ന്. ചുമ്മാ ഒന്ന് ജോക്കൊന്നും പറയണ്ട. എന്ത്? ഷുഗർ പുറകിലുണ്ട് മുറിക്കാൻ തുടങ്ങി ഷുഗർ. അയ്യോ ഷുഗർ. എന്ത് ഷുഗർ? ഒന്നും മനസ്സിലാവില്ല. നീ ഇംഗ്ലീഷിൽ നന്നായിട്ട് പറയും. എന്താ ഇംഗ്ലീഷിലാ? പോടാ. അവനല്ലാതെ വേറെ ആരും. അവനിക്ക് എന്നെ ഇൻട്രസ്റ്റ് ഇല്ല തോന്നുന്നു. മുറിക്കാൻ തോന്നി. ആരാ? ഷുഗ പറഞ്ഞു. എന്നേ എനിക്കെന്നെ ഇഷ്ടമില്ല. ഇഷ്ടമാണ്. അങ്ങനെ അവർ 2 പേരും കമ്മിറ്റായി. അവർക്ക് എൻഗേജ്മെൻറ്റ് നടന്നു. അടുത്തത് റിതു എവിടെ?